സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീന എന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി, മാനപാത്രവുമായി. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. ഇവിടെ ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരാൻ എന്ത് ചെയ്യണം? ആ ചോദ്യം യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചിട്ടുള്ള ഒരു ചോദ്യവുമായിരുന്നു. അപ്പോൾ കർത്താവ് അവനടുത്ത് പറയാണ്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. നേരം അവന്റെ അടുത്ത് പറയാണ്, നീ ന്യായശാസ്ത്രിയാണല്ലോ, അപ്പൊ നിനക്ക് ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നിനക്ക് അറിയാമല്ലോ, നീ എങ്ങനെയാണ് അത് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നിത്യജീവൻ അവകാശിയായി തീരാനായിട്ടുള്ള, നിത്യജീവൻ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവന്റെ ചോദ്യം. കർത്താവ് പറഞ്ഞത് എന്താണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്, അത് തന്നെ നീ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് അവന് ഉത്തരം പറഞ്ഞു. ഇപ്പൊ ന്യായശാസ്ത്രിക്ക് അറിയാം എന്താണ് നിത്യജീവനുള്ള മാർഗം എന്നുള്ളത്. അപ്പോൾ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവ് ശരിവെച്ചു. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും, നീ നിത്യജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം വേറൊരു വ്യക്തിയോട് യേശുക്രിസ്തുവിനോട് ചോദിച്ചു. ആരാണെന്നറിയാമോ? ഇതേ ചോദ്യം ചോദിച്ചു. ആരാ? നിക്കോദിമോസ് അല്ല. നിക്കോദിമോസ് നിത്യജീവൻ അവകാശിയായി തീരാൻ എങ്ങനെ കഴിക്കണമെന്നല്ല ചോദിച്ചത്. ആരാണ് അറിയാമോ? നിത്യജീവൻ അവകാശമാവാൻ എന്ത് വേണമെന്നുള്ള ചോദിച്ചൊരു വ്യക്തിയോടാണ്. കേട്ടില്ല? ആരാ? ധനികനായ വ്യക്തി. അതെ, ധനികനായ വ്യക്തിയും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് യേശുക്രിസ്തു എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? പോയി അല്ല, അത് പിന്നീടാ പറഞ്ഞത്. എന്താണ്? വീണ്ടും ജനിക്കാനല്ലോ പറഞ്ഞത്. വീണ്ടും ജനിക്കാനല്ലോ പറഞ്ഞത്. ഏതാ? കൽപ്പനകളെ പ്രമാണിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, കൽപ്പനകളെ പ്രമാണിക്കാനാണ് പറഞ്ഞത്. രണ്ടിടത്തും കർത്താവിന്റെ ഉത്തരത്തിന് വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ജനിക്കാനൊന്നും കർത്താവ് അടുത്ത് പറഞ്ഞില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിത്യജീവൻ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞില്ല. രണ്ടുപേരടുത്തും പറഞ്ഞ ഒരേ കാര്യമാണ്. എന്താണ്? കൽപ്പനകളെ പ്രമാണിക്കുക. 10 കൽപ്പനകളെ പ്രമാണിക്കാനായിട്ട് ധനികനായിട്ടുള്ള യുവാവിന്റെ അടുത്ത് യേശുക്രിസ്തു പറഞ്ഞു. ഈ വ്യക്തിയെടുത്ത് കർത്താവ് 10 കൽപ്പനകളുടെ യഥാർത്ഥത്തിലുള്ള ചുരുക്കമായിട്ടുള്ള ഒറ്റ കൽപ്പനയും പറഞ്ഞു. കാരണം ഈ കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും ഉൾപ്പെടുന്നതാണ്. എന്താണ്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുകയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ള ആ 2 കൽപ്പനകളിൽ 10 കൽപ്പനകളും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിരിക്കുന്നതായിരുന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉത്തരം നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ്. ദൈവത്തിന്റെ വചനത്തിലെ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുക. എല്ലാ കൽപ്പനകളും ചുരുക്കിയിരിക്കുന്ന 2 കൽപ്പനകളിലാണ്. ആ കൽപ്പന പ്രമാണിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കും, നീ ജീവിക്കും എന്നാണ് പറഞ്ഞത്, അല്ലേ? അന്നേരം നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയും, അല്ലേ? പക്ഷെ കർത്താവ് അതാണോ പറഞ്ഞത്? കർത്താവ് അതല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് കൽപ്പനകളെ പ്രമാണിക്കുക, എന്നാൽ നീ ജീവിക്കും. ആ കൽപ്പനകളെല്ലാം ചുരുക്കി പറഞ്ഞിരിക്കുന്ന 2 കൽപ്പനയും പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നീ ചെയ്താൽ, അത് പുള്ളി അലർക്കറിയാണ്. കർത്താവ് പറയാണ്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഡു ദിസ് ആൻഡ് യു വിൽ ലിവ്. അന്നേരം കർത്താവ്
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇതിൽ വിശ്വസിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കുമെന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തു അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് സ്പെസിഫിക്കലി ചോദിച്ച വ്യക്തികളുടെ കർത്താവ് പറഞ്ഞത് കൽപ്പന പ്രമാണിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കുമെന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം അങ്ങനെയുള്ള കാര്യമാണ്. അത് തന്നെയാണ് ദൈവവും പറഞ്ഞത്. കർത്താവ് ആവർത്തന പുസ്തകത്തിലെ ആ വാക്യം എടുത്ത് കോട്ട് ചെയ്യാണ്. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് ആ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന കൊടുക്കുന്നത്. ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഇവിടെ പറയാണ്, ഇതാണ് വളരെ വലിയ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്നുള്ളതും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ളതും ആയ കൽപ്പനയാണ് ഏറ്റവും വലിയ കൽപ്പന. അത് പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. ഒരു ഹൃദയം പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും ദൈവസ്നേഹത്താൽ ഫിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? വേറൊന്നും ബാക്കിയില്ല. പിന്നെ ലോകത്തോട് എന്തെങ്കിലും സ്നേഹം കാണുമോ? അതില് ഇല്ല. പരിപൂർണമായിട്ടും ദൈവസ്നേഹമായിരിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ. ഇങ്ങനെ ആർക്കാണ് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ആർക്കെങ്കിലും നമ്മള് നിത്യജീവൻ പ്രാപിക്കും? ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അല്ല നിത്യജീവൻ പ്രാപിക്കും? നമ്മൾ ആരെങ്കിലും ഈ ഒരു ലെവലിൽ എത്തിയവരുണ്ടോ? നമ്മളെല്ലാവരും ഇവിടെ പോവും. നമ്മളിത് എന്താണ് കർത്താവ് പറഞ്ഞതെന്നുള്ള വ്യക്തമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. എന്താണ് കർത്താവ് അവിടെ പറയുന്നത്? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് രണ്ട് വഴികൾ ദൈവം വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്? അല്ല, ഞാനൊന്ന് വിശദമാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്താൽ നിറയപ്പെട്ട, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ഹൃദയമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണനായിട്ടാണ്. ദൈവം അവനെ നോക്കിയിട്ട് പറഞ്ഞു വളരെ നല്ലത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള റിലേഷനിൽ, ദൈവമായിട്ടുള്ള കണക്ഷനിൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ പൂർണ്ണമായിട്ടും നിറയപ്പെട്ട ഒരു ഹൃദയമായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള സ്നേഹബന്ധം എന്നൊരു റിലേഷൻ മനുഷ്യന് ദൈവവുമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ ഒരു കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള ഒരു കണക്ഷൻ മനുഷ്യനുണ്ടായിരുന്നു. ആ കണക്ഷൻ, ആ സ്നേഹത്തിൽ ദൈവത്തെ അവൻ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൽ ദൈവത്തെ അവൻ അനുസരിച്ചിരുന്നു. അങ്ങനെ ആ അനുസരണത്തിൽ കൂടി ദൈവത്തെ അവൻ റെപ്രസെന്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഒറിജിനൽ പൊസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലവ്, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്, അല്ലെങ്കിൽ ലവ്, ഡിപ്പെൻഡൻസ് ആൻഡ് ഒബീഡിയൻസ് എന്നുള്ള റിലേഷനിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായിരുന്നു ദൈവം വെച്ചിരുന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞത്. അന്നേരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ വരുന്നു, ഇല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഹൃദയവും മനുഷ്യനുമായിട്ട്, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ട് ആത്മാവിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ആത്മാവിൽ കൂടി ദൈവം മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ട്, മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ടിരുന്നു. അതിൽ കൂടി ദൈവം മനുഷ്യനിൽ കൂടി പരിപൂർണമായിട്ടും നിറഞ്ഞ് ദൈവം മനുഷ്യനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അന്നേരം ദൈവത്തിന്റെ സ്നേഹം, വിശ്വാസം, ഒബീഡിയൻസ്, ഈ ഒരു റിലേഷനിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ വീണു പോയത് എവിടെ നിന്നാണ്? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം മനുഷ്യൻ, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ആദം ഡിസൊബേ ചെയ്തു എന്നാണ് ചിന്തിക്കുന്നത്. അതല്ല, നമുക്കറിയാം. ആദം അനുസരണക്കേടല്ല ആദ്യം ചെയ്തത്. ആദമിൽ ആദ്യം വന്നത് എന്താണ്? അവിശ്വാസമാണ് ആദ്യം വന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ വിശ്വാസവുമല്ല ആദ്യം വന്നത്. ആദ്യം ആദമിന്റെ ജീവിതത്തിൽ വന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ആദം വീണുപോവാണ്. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം മുറിഞ്ഞപ്പോൾ അതിന്റെ ഒരു റിയാക്ഷനാണ് അവിശ്വാസം. ആ അവിശ്വാസത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് പാപപ്രവൃത്തി. നേരെ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡിസൊബീഡിയൻസ് ഏറ്റവും അവസാനമാണ് വരുന്നത്. അതിനു മുമ്പ് ഡിപ്പെൻഡൻസ് നമ്മൾ ബ്രേക്ക് ആവുന്നു. അതിനു മുമ്പ് ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ വീണുപോകുന്നു. അങ്ങനെയാണ് ആദം വീണുപോയത്. എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആദം വീണുപോയെന്ന് നമുക്കിങ്ങനെ അറിയാം. പിശാച് വന്ന ഹവ്വയെടുത്ത് ആദ്യം പറയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇൻഡയറക്ട്ലി പറഞ്ഞത്. ഞാൻ വാക്കുകൾ എടുക്കുന്നതിൽ പലപ്പോഴും എടുത്തിട്ടുള്ളതായതുകൊണ്ട്
പിശാച് വന്നിട്ട് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്താണ്, നിനക്ക് ജീവിതത്തിൽ എല്ലാം ദൈവം അനുവദിച്ചേനെ. നിനക്ക് ആഗ്രഹമുള്ളതും നിനക്ക് ഇഷ്ടമുള്ളതും ഉള്ള ഒരു കാര്യവും ദൈവം നിനക്ക് തടയത്തില്ലായിരുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ആ കാര്യം നിനക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ദൈവം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവം ചില കാര്യങ്ങളെ തടയുകയില്ല എന്നുള്ള കള്ളമാണ് പിശാച് ആദ്യം പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവം തരുന്നതല്ല ദൈവ സ്നേഹത്തിന്റെ ലക്ഷണം. ദൈവം, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഇതില് ബൈബിൾ ക്ലാസ് എടുത്തിരുന്നു, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ദൈവം അനുഗ്രഹിക്കുന്നു, സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്നു, രോഗം സൗഖ്യമാക്കുന്നു എന്നുള്ളതൊന്നും ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെയോ ദൈവമക്കളാണ് എന്നുള്ളതിന്റെയോ തെളിവല്ല. കാരണം ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്നതാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയെ പെയ്യിക്കുന്നു. അന്നേരം സാമ്പത്തികമായിട്ടുള്ള ബ്ലെസ്സിങ്, സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം ദൈവ സ്നേഹത്തിന്റെ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ ലക്ഷണമാണ് എന്നുണ്ടെങ്കിൽ ദൈവമക്കളെക്കാൾ കൂടുതൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നത് അവിശ്വാസികളാണ് നമ്മൾ പറയേണ്ടി വരും, അല്ലേ? കുവൈറ്റില് നമ്മളാണോ ഏറ്റവും കൂടുതൽ പണക്കാര്? അല്ലെങ്കിൽ കുവൈറ്റിലെ മലയാളികളുടെ കൂട്ടത്തിൽ നമ്മളാണോ ഏറ്റവും കൂടുതൽ പണക്കാര്? അതൊന്നുമല്ല. വിശ്വാസികളല്ല, നമ്മളെ വഞ്ചിക്കപ്പെടരുത്. വിശ്വാസികളല്ല ലോകത്തിൽ പണക്കാർ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് പണം ഉണ്ടാകുന്നത് ദൈവ അനുഗ്രഹത്തിന്റെ യഥാർത്ഥ ലക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പണം കൊടുക്കാൻ ദൈവത്തിന് മാത്രമല്ല കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ അടുത്ത് വേറെ ഒരാൾ പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ആരാന്നറിയാമോ? പിശാച് പറഞ്ഞു. ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് മാത്രമല്ല പറഞ്ഞു, വേറെ കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയോ? ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. അത് മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. കാരണം യേശുക്രിസ്തു മരിച്ചു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അന്നേരം സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ദൈവമക്കളുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യും. അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു മാർക്കല്ല. സാമ്പത്തികമായിട്ട് എനിക്ക് എന്തെങ്കിലും ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ ദൈവ പൈതലായതുകൊണ്ടുള്ള പ്രതിഫലനമാണ് എന്നുള്ളതിന്റെ തെളിവല്ല. അത് പിശാചിനും തരാൻ കഴിയുന്നൊരു കാര്യമാണ്. മാത്രമല്ല ദൈവത്തിന് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ദൈവം കൊടുക്കുകയാണെങ്കിലും അത് മക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമല്ല സാമ്പത്തിക അനുഗ്രഹം. അത് ദൈവത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം ദൈവം ചിലപ്പം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരവും അവർക്ക് ലഭിച്ചെന്നിരിക്കും. ഇതൊന്നും അല്ല ലക്ഷണം. എന്താണ് ലക്ഷണം? അബ്രാഹ്ലേഖനത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു പറഞ്ഞു, ദൈവം മക്കളെ സ്നേഹിക്കുന്നു, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളതിന്റെ ലക്ഷണം, മാറ്റമില്ലാത്ത ലക്ഷണം. എബ്രാഹ്ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യത്തിൽ പറയാണ്, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, കർത്താവ് ഇവിടെ പറയാണ്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അന്നേരം ദൈവം കൈക്കൊള്ളുന്ന എല്ലാവർക്കും, ദൈവമക്കൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും കിട്ടുന്നത് സാമ്പത്തിക അനുഗ്രഹം ദൈവമക്കൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് എന്താണ്? തല്ല്. ഇതാണ് ദൈവമകനാണോ എന്നുള്ളതിന്റെ മാറ്റമില്ലാത്ത ലക്ഷണം. എന്താണ്? ദൈവം ശിക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് മലയാളത്തിലേക്കാൾ ഇംഗ്ലീഷിൽ ഡിസിപ്ലിൻ എന്നാണ് ആ വാക്ക് വരുന്നത്. ദൈവം നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ദൈവമക്കളാണോ അല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. അതാണ് എല്ലാവർക്കും ഉള്ള തെളിവ്. എല്ലാ ദൈവമക്കളെയും ഒറ്റ ഒരാളില്ലാതെ ദൈവം അവരെ ശിക്ഷിക്കും. അന്നേരം ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്? വളരെ ക്ലിയർ ആണ്. ദൈവം ശിക്ഷിക്കാത്ത വ്യക്തി ദൈവമകനല്ല. കാരണം ദൈവം എല്ലാ മക്കളെയും ശിക്ഷിക്കുന്നു. എന്നിട്ട് ഒരു എക്സാമ്പിൾ കൂടി പറയാണ്, ദൈവം ഏത് മകനെയും തരുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെയുള്ള സംബോധിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ലോകത്തിൽ എവിടെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇന്ന് ലോകത്തിൽ പലയിടത്തും ഉണ്ട്. പക്ഷെ ദൈവവചന പ്രകാരം അങ്ങനെ ഒരു വ്യക്തി ലോകത്തുണ്ടാവാൻ പാടില്ല. അപ്പൻ ശിക്ഷിക്കാത്തൊരു മകൻ ലോകത്തുണ്ടാവാൻ പാടില്ല. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എന്നൊരു എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ അതൊരു കാര്യത്തിന്റെ തെളിവാണ്. എന്താണ്? നിങ്ങൾ ദൈവമക്കളല്ല, നിങ്ങൾ ജാരസന്തതികളാണ്, കൗലടയന്മാരത്രയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വിഷയം അതിലേക്കല്ല, ഞാൻ മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞത് ദൈവവുമായിട്ടുള്ള
ഒരു ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ദൈവം ഡിസിപ്ലിൻ ചെയ്യുകയും ദൈവം ആ വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുകയും ദൈവം ആ വ്യക്തിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന ഹൃദയം എന്നാണ് അർത്ഥം. അങ്ങനെ ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ബന്ധത്തിൽ ആ വ്യക്തി വരികയും ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ ഒബേ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് പിശാച് അവടുത്ത് പറഞ്ഞ കള്ളം ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞത് ദൈവം ചില ഡിസിപ്ലിൻ ഒക്കെ നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നു, ദൈവം ചില കാര്യങ്ങളൊന്നും നിനക്ക് അലോ ചെയ്യുന്നില്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, എന്നിട്ട് ദൈവം ചില തരുന്നില്ല. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പിശാച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പരിപാടി. പക്ഷെ ദൈവം സ്നേഹിക്കുന്നുള്ളതിന്റെ ലക്ഷണമാണത്. ചില കാര്യങ്ങളെ ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അന്നേരം അത് അല്ല എന്നാണ് പിശാച് പറയുന്നത്. പിശാച് അവിടുത്തെ പറയാണ് ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്, ദൈവം നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ദൈവം ചില തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പഴം നിനക്ക് തരാത്തത്, നിനക്ക് അതും കൂടി എൻജോയ് ചെയ്യാനായിട്ട് ദൈവം തരാത്തത്, അല്ലെങ്കിൽ ഈ ഒരു ജോലി നിനക്ക് തരാത്തത് ദൈവം നിന്നെ സ്നേഹിക്കാത്തതിന്റെ തെളിവാണെന്ന് പിശാച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹവ്വ ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം പിശാചിനെ വിശ്വസിച്ചു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയത്. ദൈവത്തെ അവിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ചതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ദൈവത്തെ ഡിസൊബേ ചെയ്തത്. അന്നേരം ഡിസൊബീഡിയൻസ് അതിന്റെ ലാസ്റ്റിലാണ് വരുന്നത്. അതിന്റെ മുമ്പ് അവിശ്വാസം വരും, അതിന്റെ മുമ്പ് ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോവുകയും ചെയ്യും. അന്നേരം ഈ സ്റ്റെപ്പിൽ കൂടിയാണ് ഒരു വ്യക്തി. അന്നേരം തിരിച്ചുള്ള റിവേഴ്സ് പ്രോസസ്സും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന എന്തിനാണെന്നറിയാമോ? അതെ, പല പല ആൻസറുകൾ അതിലുണ്ട് ബൈബിളിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു വരത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ലേഖനത്തിൽ 2 കാര്യങ്ങൾ യേശുക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം പറയുന്നുണ്ട്. 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെയും 8-ാമത്തെയും വാക്യത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 2-ാമത്തേത് 8-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അന്നേരം പിശാചിന്റെ പ്രവൃത്തികളെ അൺഡൂ ചെയ്യാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പിശാച് കൊണ്ടുവന്ന ഒരു കാര്യത്തെ റിവേഴ്സ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്. പിശാച് കൊണ്ടുവന്നത് എന്താണ്? പിശാച് മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് വീഴ്ത്തി, അതോടുകൂടി മനുഷ്യനെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി, അതോടുകൂടി ഡിസൊബീഡിയൻസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പാപം എന്നുള്ളത് ലോകത്തിൽ കടന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാം? അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഈ ബന്ധം അങ്ങ് കട്ടായി. ദൈവവും മനുഷ്യനുമായിട്ടുള്ള പൂർണ്ണ ഹൃദയത്തിലുള്ള ബന്ധം കട്ടായി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയ്ക്ക് ഒരു ബാരിയർ വന്ന് കയറി. ആ ബാരിയറിനെയാണ് ബൈബിളിൽ സിൻ, പാപങ്ങൾ അല്ല, പാപം എന്ന സിംഗുലർ വേർഡിൽ പലയിടത്തും പറയുന്നത്. സിൻ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയ്ക്ക് വന്ന ബാരിയറാണ്. ആ സിന്നിനെ, സിംഗുലർ വേർഡിലുള്ള ആ സിന്നിനെ തന്നെ ദൈവവചനത്തിൽ വേറെ വാക്കുകളിലും പറയാറുണ്ട്. അതിനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. ഇതേ കാര്യത്തിനെ തന്നെ വേറൊരു വാക്കിലും പറയാറുണ്ട്, ഫ്ലഷ് എന്നും പറയാറുണ്ട്. ഇതെല്ലാം ഏകദേശം ഒരേ കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയപ്പോഴേക്കും ദൈവത്തെ കേന്ദ്രീകരിച്ചിരുന്ന, ദൈവ കേന്ദ്രീകൃതമായിരുന്ന, ഗോഡ് സെന്റേഡ് ആയിരുന്ന മനുഷ്യൻ സെൽഫ് സെന്റേഡ് ആയിട്ട് തിരിഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധം കട്ടായി, ഇടയ്ക്ക് പാപം കടന്നു വന്നു, മനുഷ്യൻ സെൽഫിലേക്ക് തിരിഞ്ഞു, മനുഷ്യൻ സെൽഫ് സെന്റേഡ് ആയി. അതോടുകൂടി മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയ്ക്ക് ഈ ഫ്ലഷ് ഇല്ലെങ്കിൽ, പാപം ഇല്ലെങ്കിൽ സെൽഫ് എന്ന കാര്യം കയറി വന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് അവൻ വന്നത് ഈ പാപങ്ങളെ നീക്കാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം റിവേഴ്സ് പ്രോസസ്സിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ചിട്ട് ദൈവം ഇവന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ വീണുപോയ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞ ഒരു കൽപ്പനയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആവർത്തന പുസ്തകം 10:6 പറഞ്ഞ എന്താണ്? ആവർത്തന പുസ്തകം നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞത്, ആവർത്തനം 6:5 പറയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. ഇങ്ങനെ വീണുപോയ ഒരു മനുഷ്യന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? ദൈവവും മനുഷ്യനുമായിട്ട് ബന്ധമില്ലാതെ ഈ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം മനുഷ്യൻ ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മനുഷ്യനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദൈവം അതിനൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച അത് വായിച്ചു. ആവർത്തന പുസ്തകം അതിന് 30-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. യേശുക്രിസ്തു പറഞ്ഞത് മനസ്സിലാക്കണം. ഡു ഇറ്റ് ആൻഡ് യു വിൽ ലീവ്. നീ ഇത് ചെയ്താൽ നീ ജീവിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ നീ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിനറിയാം ഇത് ചെയ്താലേ നീ ജീവിക്കത്തുള്ളൂ എന്നറിയാം. അപ്പൊ നീ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്താണ് പറയുന്നത്? ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇവിടെ പറയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, നീ ഇത് ചെയ്താൽ നീ ജീവിക്കും എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ അത് നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താണ്? നിന്റെ ഹൃദയത്തിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വന്നു കയറി. നിന്റെ ഹൃദയത്തിന്റെ ഇടയ്ക്ക് ഫ്ലഷ് ഇല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിന്നെ അടുപ്പിക്കാൻ കഴിയാത്ത ഒരു ബാരിയർ ഇതിന്റെ ഇടയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. അവിടെ ഒരു പരിച്ഛേദന നടക്കാത്തിടത്തോളം കാലം നിനക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും കൂടി സ്നേഹിക്കാൻ കഴിയത്തുമില്ല, നിനക്ക് ജീവിക്കാനും കഴിയത്തില്ല. അതില്ലേ പറയുന്നേ? നിനക്ക് ഒരു കൈയില്ലാത്ത മനുഷ്യന്റെ അടുത്ത്, കൈയും കാലും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് നീന്തി അക്കരെ കയറാൻ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഇത് ഇല്ലാതെ നിനക്ക് കഴിയത്തുമില്ല. ഇവരുടെ അടുത്ത് പറയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വീണുപോയ ഇല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഇടയ്ക്ക് പാപം വന്നിരിക്കുന്ന ഈ മനുഷ്യന്റെ അടുത്ത് പറയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിച്ചാൽ നിനക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ നിനക്ക് അതിനുള്ള കപ്പാസിറ്റിയും ഇല്ല. അപ്പോൾ ദൈവം തന്നെ പറയാണ്, ദൈവം ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്താണ്? നീ ജീവിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് തന്നെ, യഹോവ തന്നെ ഒരു കാര്യം ചെയ്യും. നീ ജീവിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും എന്നൊരു വാഗ്ദത്തം ദൈവം പഴയ നിയമത്തിൽ കൊടുക്കുകയാണ്. ബൈബിളിലെ ഏറ്റവും വലിയ വാഗ്ദത്തം ഇതാണ്. പഴയ നിയമം മുഴുവൻ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗ്ദത്തം പല 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 രീതിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യെരമ്യാ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം എല്ലാം വാക്യങ്ങൾ എടുക്കണമെന്നില്ല. യെരമ്യാ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ എന്റെ നിയമങ്ങളെ എഴുതും. യെഹെസ്കേൽ പ്രവചനം അതിന്റെ 32-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ഞാൻ നിന്റെ കല്ലായിട്ടുള്ളൊരു ഹൃദയം മാറ്റി നിനക്ക് മാംസളമായ ഒരു ഹൃദയം തരും. ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ, നിന്റെ സന്തതിയുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുമെന്ന് പറയാണ്. എങ്ങനെയാണ് പക്ഷെ കർത്താവിന് ഇത് ചെയ്യാനായിട്ട് കഴിയുന്നത്? മനുഷ്യൻ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഈ പഴയ പ്രോസസ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ടും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടിയിട്ടുമാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്ന്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യൻ അന്ന് വരെ ജീവിച്ചിരുന്ന ആ പ്രിൻസിപ്പിളിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പ്രിൻസിപ്പിൾ ജീവിച്ചു. മനുഷ്യൻ അന്ന് വരെ ജീവിച്ചത് എങ്ങനെയാണ്? സെൽഫ് സെന്റേഡ് ആയിട്ടാണ് ജീവിച്ചത്. സെൽഫ് സെന്റേഡ്, അവന്റെ കാര്യം എന്നുള്ള ഇതിലാണ് ജീവിച്ചത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എക്സാക്ട്ലി ഒരു ഓപ്പോസിറ്റ് ലൈഫ് 33 വർഷം ജീവിച്ചു. 33 വർഷം ജീവിച്ചതിന്റെ കാര്യം എന്താണ്? ഓപ്പോസിറ്റ് ലൈഫ് ജീവിച്ചത്. റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ദൈവം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നത്. ആ വാക്യം വേണമെങ്കിൽ വായിക്കാം. റോമർ 8-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിന്റെ 3-ാമത്തെ വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാൻ. ഇവിടെ പറയാണ് ജഡത്താലുള്ള ബലഹീന നിമിത്തം. ജഡം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബാരിയറായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നൊരു കാര്യമുണ്ട്. ന്യായപ്രമാണത്തിന് കഴിയുന്നത് ഇവന്റെ അടുത്ത് കൽപ്പന കൊടുക്കാനായിട്ടാണ്. യു മസ്റ്റ് ഡു ദിസ്. നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുക, ഇല്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ള കൽപ്പന കൊടുക്കുകയാണ് ന്യായപ്രമാണത്തിന് കഴിഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ആ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന്റെ കാര്യം എന്താണ്? ഈ ജഡത്തിന്റെ ബലഹീനതയാണ്. അപ്പോൾ യേശുക്രിസ്തു ദൈവം എന്താണ് ചെയ്തത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഇതേ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും ഇതേ പാപം നിമിത്തവും ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അയച്ചു. കാരണം ഇങ്ങനൊരു മനുഷ്യനായിട്ട് ദൈവം യേശുക്രിസ്തുവിനെ അയക്കാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. എക്സാക്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു.
ഭൂമിയിൽ വന്നിട്ട് യേശുക്രിസ്തു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജീവിച്ചു. മനുഷ്യരെല്ലാം ജീവിക്കുന്ന സെൽഫ് സെന്റേർഡ് ലൈഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ജീവിതം നയിച്ചു. ജീവിതം നയിച്ചിട്ട് അവിടെ വെച്ച് തീർന്നില്ല. ദൈവം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പാപത്തിന് യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതോടുകൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മനുഷ്യന് തിരിച്ചു വരാനായിട്ട് കഴിയും. അങ്ങനെ ഈ സിൻ അല്ലെങ്കിൽ ഈ ഫ്ലഷ് അല്ലെങ്കിൽ ഈ ഓൾഡ് മാൻ ജീസസ് ക്രൈസ്റ്റ് took with him on the cross. യേശു ക്രിസ്തു ജഡത്തിൽ ക്രൂശിൽ വെച്ചിട്ട് ഈ പാപത്തിന് പഴയ മനുഷ്യനെ ദൈവം അവിടെ വെച്ചിട്ട് ശിക്ഷ വിധിച്ചു, ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ദൈവം മനുഷ്യന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം മനുഷ്യന്റെ അടുത്ത് കൽപ്പിക്കുകയാണ്, റിപ്പന്റ്, മാനസാന്തരപ്പെട്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ റെസ്റ്റോറേഷൻ പ്രോസസ് വീണ്ടും തുടങ്ങും. എങ്ങനെയാണ്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മാനസാന്തരപ്പെട്ടൊരു വ്യക്തി തിരിയുമ്പോൾ ദൈവം പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 30:6 പറഞ്ഞ ആ വാഗ്ദത്തം ഫുൾഫിൽ ചെയ്യും. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറയുകയാണ്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന് 28-ാമത്തെ വാക്യം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജനത്തിലുള്ളത് പരിശോധനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശോധന അത്രേ പരിശോധന, അവന് മനുഷ്യനാലല്ല ദൈവത്താൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന കത്തി കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മനുഷ്യന്റെ ഹൃദയത്തിലെ ആ അഗ്രചർമ്മത്തെ കട്ട് ചെയ്തിട്ടങ്ങ് മാറ്റും. കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്കും എന്ത് പറയുന്നറിയാമോ? ആ ഭാഗം അങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും ദൈവം വീണ്ടും മനുഷ്യനുമായിട്ട് പഴയതുപോലുള്ള റിസ്റ്റോറേഷനിലേക്ക് വരുന്നു. ദൈവം മനുഷ്യനുമായിട്ടുള്ള റെസ്റ്റോറേഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് റിട്ടേൺ ആവുന്നു. അങ്ങനെ അവൻ വീണ്ടും ജനിക്കുന്നു. ഇതാണ് സംഭവം. നയിക്കുന്നതിന്റെ കാര്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ഹൃദയപരിച്ഛേദന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു. അങ്ങനെ ഹൃദയപരിച്ഛേദന വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ഹൃദയത്തിന് പരിച്ഛേദന വരുമ്പോഴേക്കും ദൈവത്തിന്റെ പാവത്വം ദൈവം ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പോർ ഔട്ട് ചെയ്യുന്നു. ഈ പോർ ഔട്ട് ചെയ്യാനായിട്ടുള്ള തടസ്സമായിരുന്നു ഫ്ലഷ് എന്ന് പറയുന്നത്. അത് യേശുക്രിസ്തു ക്രൂശിൽ വെച്ചിട്ട് അതിനുള്ള പാപപരിഹാരം നടത്തി മനുഷ്യന് ആ ഒരു റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവന്നു. അവൻ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവന്റെ ഹൃദയത്തെ കട്ട് ചെയ്യുന്നു. അതോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്നിട്ട് ദൈവസ്നേഹം അവന്റെ ഉള്ളിൽ വന്നിട്ട് നിറയാണ്. ഇനി ഇവന്റെ അടുത്ത് പറയാണ്, ഈ ഒരു കാര്യം റെസ്റ്റോറേഷനിലേക്ക് വന്ന് കഴിയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി ദൈവം ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. ദൈവത്തിന്റെ സ്നേഹം, ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് ആ കാര്യത്തെ റെസ്റ്റോർ ചെയ്തു. ദൈവം ആ കണക്ഷൻ റെസ്റ്റോർ ചെയ്തു. ഇടയ്ക്കുള്ള സിൻ എന്നുള്ള ബാരിയർ മാറ്റി ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു. ഈ ഈ സ്നേഹത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ വാക്ക് അതിന്റെ ഒറിജിനലിൽ അഗാപ്പെ എന്ന വാക്കാണ്. ദൈവസ്നേഹം എന്നുള്ള വാക്കിന്റെ റിയൽ സ്നേഹത്തിന് പല പല അർത്ഥങ്ങൾ ബൈബിൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവസ്നേഹം എന്നുള്ള വാക്കിന്റെ റിയൽ മീനിങ് അഗാപ്പെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഒഴിക്കുന്ന ദൈവത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച ആ വാക്യത്തിലേക്ക് പോകാം. നമ്മൾ ബുധനാഴ്ച വായിച്ചത് കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് പറയുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 13-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. അതെ, 13-ാമത്തെ അധ്യായം വായിച്ചു. ദീർഘമായി ക്ഷമിക്കുകയും 1 മുതൽ ആ കാര്യം ഈ 13-ാമത്തെ അധ്യായത്തിന്റെ ഒരു കോണ്ടക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 13-ാമത്തെ അധ്യായം ഒരു 12-ന്റെയും
14 ഇടയ്ക്ക് കൊണ്ട് ചേർത്തിരിക്കുന്ന ഒരു അധ്യായം പോലെ തോന്നുന്നു. ഒരു മാച്ചിങ് ഇല്ല. നമ്മൾ 12 അധ്യായം കഴിഞ്ഞിട്ട് നേരെ 14 അധ്യായം വായിക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ? 12 അധ്യായം എന്താണെന്ന് അറിയാമോ? 12 അധ്യായം ദൈവത്തിന്റെ സഭയിലെ കൃപാവരങ്ങളെ ദൈവം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. ഒരവയവങ്ങളെ പോലെ ഓരോരുത്തർ അവരവരുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കണം. ഓരോ അംഗങ്ങളും അവയവങ്ങളാണ്. ഓരോ അവയവങ്ങൾക്കും ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന കൃപാവരമാണ്. അങ്ങനെ കൃപാവരം, അതാണ് കൃപാവരങ്ങളുടെ ഉദ്ദേശം. ദൈവസഭയിൽ ദൈവം കൃപാവരങ്ങളെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. 14 അധ്യായം ഈ കൃപാവരങ്ങൾ എങ്ങനെ സഭയിൽ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ക്രമമാണ്. ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. 12 അധ്യായം കൃപാവരം എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും 14 അധ്യായം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ കൊരിന്ത്യലേഖനം 14 അധ്യായം ഒന്ന് സിമ്പിളായിട്ടൊന്ന് വായിക്കണം. ഒരു വ്യാഖ്യാനിയും കൂടാതെ വളരെ സിമ്പിളായിട്ട് വായിക്കണം. അതിൽ കൃപാവരങ്ങൾ സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയേ ഉപയോഗിക്കാവൂ. അതിന്റെ അവസാനം പറയാണ് സകലവും ക്രമവും ഉചിതവുമായിട്ട് നടക്കട്ടെ. ഞാൻ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് പോയി വായിക്കണം. ഒരു വ്യാഖ്യാനം വേണ്ട. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കൃപാവരങ്ങൾ ദൈവസഭയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ദൈവസഭയിൽ അത് ഉപയോഗിക്കുമ്പോൾ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ തന്നെ ഉപയോഗിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ. അപ്പോൾ ഞാൻ അതല്ല പറഞ്ഞത്. പക്ഷെ ഈ കൃപാവരങ്ങൾ എന്തിനാണ് കൊടുത്തതെന്നുള്ളതും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനും പറയുന്നതിന്റെ ഇടയ്ക്കാണ് ഈ കാര്യം കൊണ്ടുവന്നത്. കാര്യം എന്തെന്നറിയാമോ? ഇതൊരു കൃപാവരമല്ല. ഇതെന്താണ്? ഇതൊരു സ്നേഹത്തിന്റെ മാർഗം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ഈ കാര്യമില്ലാതെ ആ രണ്ടും കൂടെ ഒരു ലിങ്ക് വരത്തില്ല. കൃപാവരം നിങ്ങൾക്കുണ്ട്. കൃപാവരം എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും അറിയാം. അങ്ങനെ തന്നെ ഉപയോഗിക്കാനും പാടുള്ളൂ. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഈ 13 അധ്യായം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ 13 അധ്യായം ഇല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? 13 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈ. എന്നിട്ട് ഇവിടെ പറയാണ് ഇതൊരു വെറും നോയ്സായി തീരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വീണ്ടും പറഞ്ഞു, ക്രമമായിട്ട് ഉപയോഗിക്കണം. എന്തിനാണെന്നും പഠിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിക്കണം. അങ്ങനെ തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ദൈവസ്നേഹം എന്നുള്ളൊരു കാര്യമില്ലെങ്കിൽ എന്താണ്? ഇത് വെറും നോയ്സ, ഒരു അർത്ഥവുമില്ലാത്ത ചുമ്മാതുള്ള പ്രകടനങ്ങളാവും. ഞാൻ പറഞ്ഞില്ലേ, ഈ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന അർത്ഥത്തിലാണ് 12 അധ്യായത്തിൽ പറയുന്നത്. എന്റെ കയ്യിൽ അവയവങ്ങൾ എന്തിനാണ്? അവയവങ്ങളെല്ലാം അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ അവയവങ്ങൾ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ആ ജീവനില്ലെങ്കിൽ ആ അവയവങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഒരു മരിച്ച കിടക്കുന്ന ശവത്തിൽ 10 വിരലും 1 മൂക്കും 2 കണ്ണും എന്നുള്ളതിൽ എന്തോ അർത്ഥം? ആ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞിരിക്കുകയാണ് ഈ സ്നേഹം എന്നുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ട ആ ഒരു കാര്യത്താൽ നിയന്ത്രിക്കപ്പെടാത്ത കാര്യങ്ങൾ ദൈവസഭയിൽ ഒരു പ്രയോജനവും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ 13 അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ എന്താണ് സ്നേഹം, എന്താണ് ഡിവൈൻ ലവ്, എന്താണ് ദൈവസ്നേഹം എന്നുള്ളതാണ് 13 അധ്യായം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാനുഷിക സ്നേഹമല്ല, അഗാപ്പെ എന്ന് പറയുന്ന റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിക്കാം. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് അതിന്റെ വിശദീകരിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. വളരെ നല്ല വാക്യങ്ങളാണ്. ഓക്കെ, മതി. ഇനി ബാക്കി വായിക്കുന്നതിൽ ഇതിവിടെ പറഞ്ഞിരിക്കുകയാണ് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ഇതൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ സ്നേഹം സ്പർദ്ധിക്കുന്നേ ഇല്ല, സ്നേഹം ഒരിക്കലും നിഗളിക്കുന്നില്ല, സ്നേഹം ഒരിക്കലും ചേർക്കുന്നില്ല, അയോഗ്യമായിട്ട് നടക്കുന്നില്ല, ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, ഒരിക്കലും ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ എപ്പോഴും സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇനി നിങ്ങളുടെ കാര്യം ചെയ്യണം, ഈ സ്നേഹം എന്നുള്ളിടത്തെ അത് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ പേരങ്ങോട്ട് എഴുതണം. അന്നേരം നമുക്കറിയാം നമ്മൾ
ഈ രീതിയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ജസ്റ്റ് ആ പേര് മാറ്റിയിട്ട് വായിച്ചാൽ മതി. ഇത് എല്ലാം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ നമുക്കറിയാം നമ്മൾ അങ്ങനെ എങ്ങും അല്ല, നമ്മൾ ആരും അതിന്റെ അടുത്തെങ്ങും എത്തിയിട്ടുള്ളൊരു സത്യമാണ്. നമ്മൾ എത്ര അഭിനയിച്ചാലും ഈ രീതിയിൽ 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആരും എത്തിയിട്ടില്ല. പക്ഷെ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന റിയൽ സ്നേഹം. ഇനി വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ആ സ്നേഹം എന്നുള്ളത്തെ വാക്ക് കട്ട് ചെയ്തിട്ട് യേശു ക്രിസ്തു എന്നൊന്ന് എഴുതുക, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോഴെന്തെങ്കിലും എങ്ങനെ വായിക്കാൻ പറ്റും? നമ്മുടെ പേര് വെച്ച് വായിക്കണ്ട, നിങ്ങൾ സ്വയം പിന്നെ വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ വാക്യം വായിച്ചിട്ട്, യേശു ക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, യേശു ക്രിസ്തു സ്പർദ്ധിക്കുന്നില്ല, യേശു ക്രിസ്തു നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, യേശു ക്രിസ്തു അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാവും? അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. എന്താ അതിന്റെ അർത്ഥം? അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ഇനി നമ്മുടെ പേര് വെച്ച് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ എത്രത്തോളം യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം നമ്മളിൽ ഇപ്പോഴും പാപം എന്നുള്ള ഡിഫറൻസ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് റിയലായിട്ടും ദൈവം നമ്മുടെ ഹൃദയത്തിൽ തിരുന്ന കാര്യം. നമ്മൾ ആരും ഈ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, നമ്മൾ ഈ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുകയാണ്. ദൈവം പോർ ഔട്ട് ചെയ്യാണ്. ആ പോർ ഔട്ട് ചെയ്ത ദൈവസ്നേഹം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ വളർന്നുകൊണ്ടേ ഇരുന്നിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ റിയലായിട്ടുള്ള ഫ്രൂട്ട് നമ്മൾ നിറയുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, സ്നേഹം ഒരു നാൾ ഉയർന്നു പോകില്ല, താഴ്വ ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അടുത്ത വാക്യം പറയണം, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പൂർണ്ണ പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. ഈ വാക്യം വളരെ വളരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന വാക്യമാണ്. പലരും ഈ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായത് എന്ന് പറയുന്നത് ദൈവവചനമാണ്, ആ ദൈവവചനം വന്നതോടുകൂടി ഈ കൃപാവരങ്ങളെല്ലാം നീന്നുപോയി എന്ന് പഠിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള ഉപദേശമുണ്ട്. ഈ വാക്യവും ദൈവവചനവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളെ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ബൈബിൾ എന്നൊരു പുസ്തകത്തിനെ പറ്റി അല്ല അവിടെ പൂർണ്ണമായെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൂർണ്ണമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മളിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹം അതിന്റെ പരിപൂർണതയിലെത്തും. പൂർണ്ണമായ കർത്താവിനെ നമ്മൾ മുഖാമുഖമായി കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? യോഹന്നാൻ പറയാണ്, നാം അവനോട് സദൃശ്യന്മാരായിത്തീരും. കംപ്ലീറ്റ്ലി വി വിൽ ബിക്കം ലൈക്ക് ദിസ്. യേശു ക്രിസ്തു വരുന്നത് വരെ ഈ പ്രോസസ് എന്ത് ചെയ്യുന്നറിയാമോ? തുടർന്നുകൊണ്ടേയിരിക്കും. അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ കാണുന്നത് പോലെ നമ്മൾ ഈ ശൈശവാവസ്ഥയിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. പുരുഷനായി തീരുന്നത് കർത്താവിന്റെ വരവിൽ. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ തലയായിട്ടുള്ള പ്രായത്തിന്റെ പൂർണ്ണ പുരുഷത്വവും പ്രാപിക്കുവോളം നിങ്ങൾ വളരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഇല്ല എന്നുള്ളതൊന്നും അല്ല അതിന്റെ അർത്ഥം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മൾ പകർന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹൃദയപരിച്ഛേദന ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവുമായിട്ടുള്ള റെസ്റ്റോറേഷനിലേക്ക് വന്നിട്ടുള്ളവരാണ് എങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനെ പോലെ ആയിട്ടില്ലെങ്കിലും. എന്നാൽ ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ട്. നമുക്ക് ആ വാക്യം വേണമെങ്കിൽ വായിക്കാം. 2 കൊരിന്ത്യർ അതിന്റെ 3:18 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്, ഇവിടെയും കണ്ണാടിയുടെ കാര്യമാണ് പറയുന്നത്. മേളിൽ പറഞ്ഞിരിക്കുന്നതാണ്, നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് നാം മുഖാമുഖമായി കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായിട്ടുള്ളതെല്ലാം നീങ്ങിപ്പോകും. ഈ ശൈശവാവസ്ഥയിൽ നിന്ന് നമ്മൾ പൂർണ്ണ പുരുഷത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കർത്താവിനെ നമ്മൾ മുഖാമുഖമായിട്ട് അന്ന് കാണുമ്പോഴാണ്. അതിനെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ഇമേജിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ദൈവം പ്രോസസ്സിൽ കൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദൈവസഭയിൽ നമ്മുടെ ഉള്ളിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കഴിയാതിരുന്ന കാലത്ത് നിന്ന് ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു ഹൃദയപരിശോധന ചെയ്തു. ഹൃദയപരിശോധന ചെയ്തിട്ട് നമ്മൾ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ, കർത്താവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്ന പോലെ അവനിൽ വസിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഈ സ്നേഹം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകുകയും ഈ സ്നേഹം തന്നെ നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേറൊരു കാര്യവും ചെയ്യാം. നമ്മൾ ഈ ഹൃദയ പരിച്ഛേദന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ. ഈ പരിശോധന ദൈവം ആദ്യമായിട്ട് എപ്പോഴാണ് കൊടുത്തതെന്ന് അറിയാമോ? ഫിസിക്കൽ പരിശോധന. ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് ഫസ്റ്റ് ഫിസിക്കൽ പരിശോധന കൊടുത്തത്? അതിന്റെ കോണ്ടക്സ്റ്റ് എന്തായിരുന്നു? അബ്രഹാമിന് എപ്പോഴാ കൊടുത്തത്? എപ്പോഴാ കൊടുത്തത്? ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട അബ്രഹാമിന് പരിശോധന കൊടുക്കുന്നത്? ഇസ്മായേലിനെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിന് ഈ പരിശോധനയുടെ വാഗ്ദത്തം കൊടുക്കുന്നത്. ഇസ്മായേൽ ജഡത്തിന്റെ സന്തതിയായിരുന്നു. അന്നേരം ഇസ്മായേലിനെ ജനിപ്പിച്ചപ്പോൾ ദൈവം ഒരു അടയാളമായിട്ട് കൊടുത്തതാണ് പരിശോധന. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിന്റെ ശക്തിയിൽ അബ്രഹാം ഒരു പുത്രനെ ജനിപ്പിച്ചപ്പോൾ ദൈവം അതിനെ റിജക്ട് ചെയ്തിട്ട് കൊടുത്ത കൽപ്പനയാണ് പരിശോധന. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാനായിട്ടും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാനായിട്ടുള്ള നിഴലായിട്ട് കൊടുത്താണ്. ഇതേ കാര്യമാണ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ. ഏത് പരിച്ഛേദനയാണ്? മുകളിൽ നേരത്തെ പറഞ്ഞ പരിച്ഛേദനയാണ്, ശരീരത്തിലുള്ള പരിച്ഛേദനയല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്നിട്ട് പൗലോസ് പറയുകയാണെങ്കിൽ ജഡത്തിൽ ആശ്രയിക്കാൻ പൗലോസിന് കുറെ വകുപ്പൊക്കെ ഉണ്ട്. പക്ഷെ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. അന്നേരം ജഡത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കത്തില്ല? ദൈവത്തിന്റെ ഹൃദയപരിച്ഛേദനയിലുള്ള യഥാർത്ഥത്തിലുള്ള ഫലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുറപ്പെടത്തില്ല. അന്നേരം അതേസമയം ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട് അവിടെ. എന്താണെന്നറിയാമോ? അവരാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക, യേശുക്രിസ്തുവിൽ പ്രശംസിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. അന്നേരം അങ്ങനെ ദൈവമായിട്ടൊരു ഡിപ്പെൻഡൻസിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ആ വ്യക്തിയിലേക്ക് ദൈവം നേരത്തെ പറഞ്ഞ ആ പഴയ പ്രോസസ്സിലേക്ക് ആ വ്യക്തി തിരിച്ചു വരും. എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തി ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി എന്താണ്? ദൈവത്തെ അനുസരിക്കും. യേശുക്രിസ്തു അതല്ലേ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും, ഞാൻ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും, എന്റെ പിതാവും അവന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അന്നേരം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്ത് മനസ്സിലാവും? ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിയും. ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്ന വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കും. ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തെ കൂടുതലായിട്ട് അനുസരിക്കും. ആ ഒരു രീതിയിലേക്ക് കർത്താവിന്റെ റിയലായിട്ടുള്ള